ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ സഭയുടെ സ്ഥാപകനും സീനിയർ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ് കുടുംബം, പ്രിയ റോയി പാസ്റ്റർ, പ്രിയ ടൈറ്റസ് പാസ്റ്റർ, മറ്റ് വീതിയിലായിരിക്കുന്ന ദൈവസത്യൻ, ഇന്ന് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങളേവർക്കും വേഗം കടന്നു വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരവസരം കർത്താവ് തന്നു. ഇന്ന് വൈകിട്ട് ഈ അവസരം ഒരുക്കിയ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് സഭയോടുള്ള നന്ദി ഞാൻ പ്രാരംഭത്തിനെ അറിയിക്കുന്നു. പ്രിയ ഷാജി ഐക്യയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഫെലോഷിപ്പ് ആശ്രം ചർച്ച് ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തനം നോർത്ത് ഇന്ത്യയിൽ ആരംഭിച്ച സമയം മുതൽ വളരെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ 2 ആഴ്ചയാകുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് തൻ്റെ വണ്ടിയിൽ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു. ഇവിടെയും വന്നു. ആ കുടുംബത്തെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഈ 2 ആഴ്ചയായിട്ട് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എനിക്കൊരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റി. കടിക്കുന്ന കൊതുകില്ല, കൊതുകടി ഇല്ലാതെ രാത്രി കിടന്നുറങ്ങും. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണരാറുണ്ട്. അതിന്റെ കാരണം മനസ്സിലായത് ഇവിടെ എന്തില്ല, കൊതുകിന്റെ കടി കിട്ടുന്നില്ല. സ്തോത്രം. കർത്താവ് ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിൽസൺ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിന്റെ അളവറ്റ കരുണയാൽ കൃപയാൽ ഈ കഴിഞ്ഞ 19-ാം തീയതി തിരുവല്ലയിൽ നിന്നും എൻ്റെ പിതാവ് തന്ന ഒരു പഴയ മലയാളം ബൈബിളും കുറച്ച് തുണികളും അടങ്ങിയ ഒരു പെട്ടിയുമായി ട്രെയിൻ കയറുന്നു. എങ്ങനെ, എവിടെ, ആര് എന്നുള്ള അനേക ചോദ്യങ്ങളുമായി ഞാൻ ട്രെയിൻ കയറിയിട്ട് കഴിഞ്ഞ 19-ാം തീയതി 26 വർഷം. ഹല്ലേലൂയ. ഈ 26 വർഷവും ഒരിക്കലും തിരിഞ്ഞു നോക്കുവാൻ വിളിച്ച കർത്താവ് അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദൈവസഭയുടെ മുമ്പിലും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഞാനിവിടെ വന്നതും എൻ്റെ വ്യക്തിപരമായ യാതൊരു ആവശ്യങ്ങൾക്കുമല്ല. വിളിച്ച അന്നു മുതൽ മാന്യമായി കർത്താവ് ഞങ്ങളെ നടത്തുന്നു, ഞങ്ങളെ പോറ്റുന്നു. വ്യക്തിപരമായി കുടുംബപരമായി യാതൊരു ആവശ്യങ്ങളും സ്തോത്രം. പക്ഷേ ദൈവമേൽപ്പിച്ച ഒരു മഹത്തായ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. ആ ശുശ്രൂഷയ്ക്കായി അനേക സഹകാരികളെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഈ ദൈവസഭയോട് ആദ്യമായുള്ള എൻ്റെ അപേക്ഷ, നിങ്ങൾ കൂടെ നിൽക്കണം. ഒരു വലിയ പണി നമ്മുടെ രാജ്യത്ത് നമുക്ക് ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൃപയായി 300 സഭകൾ കർത്താവ് തന്നു. ഞാൻ സ്ഥാപിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് തന്നു. 100 കണക്കിന് സുവിശേഷകന്മാരെ ദൈവവചനം പഠിപ്പിച്ച്, സുവിശേഷം എത്താത്ത ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗ്രാമങ്ങൾ സാധാരണ നിലയിൽ കത്തോലിക്കർ പോലും ഇല്ലാത്ത ഗ്രാമങ്ങളെയാണ് ഞങ്ങൾ സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത്. കാരണം ഒരു നിലകളിലും യേശുവിനെ കേൾക്കാത്ത ജനങ്ങളെ റീച്ച് ചെയ്യുക ഇതുവരെയും കർത്താവ് നടത്തി. സുവിശേഷകന്മാരെ പരിശീലിപ്പിച്ചയക്കുന്ന ഒരു ബൈബിൾ കോളേജ് ഉണ്ട് സെൽവാസയിൽ. ACയുടെ ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷന്റെ അംഗീകാരം ലഭിച്ചു. ഹിന്ദി മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും നോർത്ത് ഇന്ത്യക്കാരായ ചെറുപ്പക്കാർ വചനം പഠിക്കുന്നു. അവർ കർത്താവിന് വേണ്ടി ശക്തന്മാരായി കടന്നുപോകുന്നു. ചില സ്ഥലങ്ങളിൽ ചില പാവപ്പെട്ടവരും അനാഥരുമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അവരും കർത്താവിന്റെ കൃപയിൽ വളരുന്നു. സ്തോത്രം. സുവിശേഷ വേളയിലുണ്ടായ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവില് ഈ സുവിശേഷ വേളയിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ സഹിച്ചു അത് പറയുക എന്നുള്ളത് വലിയ കാര്യമാണ് ഞാൻ കാണുന്നില്ല. അതിന്റെ കാരണം യേശു അനുഭവിച്ചതിന്റെയോ അപ്പോസ്തലന്മാർ അനുഭവിച്ചതിന്റെയോ എന്റെയും നിങ്ങളുടെയും പൂർവികന്മാർ അനുഭവിച്ചതിന്റെയോ 1000-1 പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കുന്നുമില്ല. സ്തോത്രം.
അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തോ പറയാനാ? അതുകൊണ്ട് അത് പറയുന്നതിലും അത് എഴുതുന്നതിലും എനിക്ക് ഒട്ടും വിശ്വാസമില്ല, താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സുവിശേഷയുടെ ഭാഗമാണ്. പ്രൈസലോ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. സ്തോത്രം. അപ്പൊ അനുഭവങ്ങൾ പങ്കുവച്ച് നിങ്ങളുടെ വൈകാരിക തലത്തെ ഒന്ന് ഉണർത്തുവാൻ എനിക്ക് താല്പര്യമില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുവിശേഷീകരണം എന്ന വലിയ ദൗത്യ നിർവഹണത്തെ കുറിച്ച് അല്പമായി പറഞ്ഞ് നിങ്ങളുടെ നിർമ്മല ഹൃദയത്തെ ഉണർത്തുവാൻ, ഉത്തേജിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആദ്യമായി താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഭാരതത്തിൽ ഭരണമാറ്റമുണ്ടായപ്പോൾ ക്രൈസ്തവ സമൂഹം വളരെ ആകുലതയിലായിരുന്നു. ഇനി എങ്ങനെ, ഇനി എന്ത്? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭരണമാറ്റമുണ്ടായതിനു ശേഷം സുവിശേഷീകരണ പ്രക്രിയകൾ അല്പം കൂടെ വേഗത്തിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പം കൂടെ വേഗത്തിലായി. കാരണം വൈരി എത്രമാത്രം ശക്തനാകുന്നുവോ നമ്മളും അത്രമാത്രം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മളും അത്രമാത്രം ശക്തരായിരിക്കും. വൈരി ശക്തനാകുമ്പോൾ തളരുന്നവരല്ല സുവിശേഷകന്മാർ. വൈരിയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ താഴ്ന്നു പോകുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. വൈരി എത്രമാത്രം ശക്തനാകുന്നുവോ അവരെ തോൽപ്പിക്കത്തക്ക ശക്തി പ്രാപിച്ച് ദൈവമേൽ മുന്നേറുന്നവരാണ് ക്രൈസ്തവ സഭ, കർത്താവിന്റെ ദാസന്മാർ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീക്ഷിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നിങ്ങൾ പലരും നോട്ടീസ് ചെയ്ത് കാണും. യോഗ ദിനം. യോഗയെ കുറിച്ച് നിങ്ങൾക്കറിയാം. റൂട്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. UN-നെ കൊണ്ട് യോഗ അന്താരാഷ്ട്ര ദിനമായി ജൂൺ 21 പ്രഖ്യാപിപ്പിക്കുവാൻ ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന് സാധിച്ചു. അവരുടെ അജണ്ട നമ്പർ 1 നടപ്പിലാക്കി. നമ്പർ 2, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഭഗവത്ഗീത ഇന്ത്യയുടെ ഔദ്യോഗിക ബുക്കായി പ്രഖ്യാപിക്കുവാൻ പോകുന്നു. പബ്ലിക്കിന് വോട്ട് ചെയ്യുവാനായിട്ട് ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ ഞാൻ എന്റെ സുഹൃത്ത് ഡൽഹിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് 65% ജനങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തു കഴിഞ്ഞു. കേവലം 35% ഇന്നലെ വരെ നടന്ന വോട്ടിംഗിൽ 35% ആൾക്കാരെ അതിനെ എതിർത്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുവാൻ പോകുന്നു ഭഗവത്ഗീത ഇന്ത്യയുടെ ഒഫീഷ്യൽ ബുക്ക്. 3, സരസ്വതി വിഗ്രഹം എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപിക്കണം എന്നുള്ള ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ഇത് പറയുന്നത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും. ഗുജറാത്തിൽ താമസിക്കുന്ന എനിക്ക് പേടിയില്ലെങ്കിൽ ഷാർജയിൽ താമസിക്കുന്ന നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലുണ്ടോ? പഠിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ അടുത്തോടും ചിട്ടയോടും കൂടെ അവർ അവരുടെ ഹിഡൻ അജണ്ട നടപ്പിൽ വരുത്തുമ്പോൾ എനിക്ക് ദുഃഖത്തോടെ പറയുവാനുള്ളത്, സ്വാർത്ഥന്മാരായി ദൈവമേൽപ്പിച്ച ദൗത്യത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവരായി ക്രൈസ്തവ സഭ ഉറങ്ങുന്നു. ഇതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന വിഷയം. ഇന്ത്യ രാജ്യത്തെ കുറിച്ച്, ഇന്ത്യയിലെ ജനകോടികളെ കുറിച്ച് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അജണ്ടയുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. അവർ അതിനുവേണ്ടി ദൃഢരാഷ്ട്രങ്ങൾ അഭിമാനിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് RSSന്റെ നേതാവ് മോഹൻ ഭഗത് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഓരോ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും 18 വയസ്സ് പൂർത്തീകരിച്ച അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരനെ എനിക്ക് തരണം. ഓരോ വീട്ടിൽ നിന്നും ഓരോ മോനെ, ഓരോ കുഞ്ഞിനെ. സ്തോത്രം. എന്നാൽ സുവിശേഷ വേലയ്ക്ക് ഇന്ന് പിള്ളേരൊന്നും ഇറങ്ങുന്നില്ല. കേരളത്തിൽ 100 കണക്കിന് ബൈബിൾ സ്കൂളുകൾ പൂട്ടിക്കഴിഞ്ഞു. അടുത്തത് ഇനിയും മരണശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക പലതും.
നോർത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പിള്ളേരെ കമ്മീഷൻ കൊടുത്ത് വിളിപ്പിച്ച് അഡ്മിഷൻ കൊടുത്ത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക. സ്തോത്രം. വളരെ ഗൗരവത്തോട് വേണം ചിന്തിക്കാൻ. ചിരിച്ചുവിടരുത്. നാം ദൈവസന്നിധിയിലായി രാത്രികാലം ഇരിക്കുന്നത്. ഈ ദൈവസഭ, ദൈവമക്കൾ വളരെ വ്യക്തമായ ഒരു ഇൻസൈറ്റ് പ്രാപിച്ചിട്ട് വേണം ഇന്നത്തെ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ. ഞാൻ കർത്താവിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ അഹൽഖാനിന്റെ രാത്രിയിൽ തുറക്കപ്പെടണം. സുവിശേഷ വേലയ്ക്ക് ആളില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ജനിച്ചത് പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. എന്റെ മാതാപിതാക്കൾ വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ലായിരുന്നു. പക്ഷെ അവർ ഡിവൈൻ വിസ്ഡം, ദൈവിക ജ്ഞാനമുള്ളവരായിരുന്നു. ലോകജ്ഞാനം അവർക്കില്ലായിരുന്നു, പക്ഷെ ദൈവിക ജ്ഞാനമുണ്ടായിരുന്നു. വെളിപ്പാട് പ്രാപിച്ചവരായിരുന്നവർ. ഏതെങ്കിലും ദൈവദാസന്മാരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയെല്ലാം അടുക്കൽ വിളിച്ച് തലയെ കൈവെക്കും. എന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പറയുമ്പോ പോലെ, കുഞ്ഞെ പഠിത്തം കഴിയുമ്പോൾ ഉപദേശി ആയിക്കോളണേ. അന്ന് അങ്ങനെ പാസ്റ്റേഴ്സ് പറയുമായിരുന്നു, അഥവാ പറഞ്ഞില്ലേ മാതാപിതാക്കൾ പറയിപ്പിക്കുമായിരുന്നു. ഇന്നോ ഏതെങ്കിലും പാസ്റ്റർമാർ വീട്ടിൽ വന്ന് മക്കളോട് അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് ഭാവന കാണുക. സ്തോത്രം. വേഗത്തിൽ സമയത്തിന് പരിമിതി കൊണ്ടാണ് വേഗത്തൊരു കാര്യം പറയട്ടെ. ഇത് തൊഴിലില്ലായ്മ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ അൺഎംപ്ലോയ്മെന്റ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പഠിത്തമുള്ള പിള്ളേർ ഒത്തിരിയുണ്ട്, പക്ഷെ എന്തില്ല അതെ പ്ലീസ്. പഠിത്തമുള്ള പിള്ളേർ നൂറുകണക്കിന് ആയിരക്കണക്കിന് പുറത്തിറങ്ങുന്നു. ലക്ഷങ്ങൾ കോടികൾ മുടക്കി പഠിക്കുന്നു, പക്ഷെ ജോലിയില്ല. ഷാർജയിലും ദുബൈയിലും നിങ്ങൾക്ക് പരിചയമുള്ള എത്രയോ പിള്ളേർ, പഠിത്തമുള്ള പിള്ളേര് വന്നിട്ട് ജോലി കിട്ടാതെ കിടന്ന് കറങ്ങുന്നു. സത്യമല്ലേ? തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഒരു കാര്യം, വളരെ സത്യം ഒരു കാര്യം പറയട്ടെ. തൊഴിലില്ലായ്മ 0% ഉള്ള ഒരു ഫീൽഡുണ്ട്. പഠിത്തിറങ്ങിയ പിറ്റേ ദിവസം പ്ലേസ്മെന്റ്. ഏതെന്ന് പറയാം? പറഞ്ഞേ, എനിക്കത് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയാം. പറയാൻ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഈ മേഖലയിൽ 0% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് ഇല്ല. പഠിത്തിറങ്ങിയ പിറ്റേ ദിവസം ജോലി. ദൈവവചനം പഠിച്ചിട്ട് പ്ലേസ്മെന്റ് കിട്ടാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എന്നെ ഫോൺ തുറന്നാൽ മതി. തരികടയാകരുത്, തരികടയാകാൻ പാടില്ല. നേരോട് ദൈവവിളി കേട്ട് കർത്താവിന് വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവവേല ചെയ്യുവാനായിട്ട് സ്ഥലം കിട്ടാതെ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ അവരെ പിറ്റേ ദിവസം പ്ലേസ് ചെയ്തേക്കണം. അപ്പോൾ സുവിശേഷ വേലയിൽ എന്തില്ല. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്തിനു വേണം ഇനിയുന്നത്? അല്പം പാറ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാത്മാവിന്റെ വില സർവ ലോകത്തിന്റെ വിലയേക്കാളും വലുതാണെന്ന് കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനമായി യേശുവിന്റെ രക്ഷയുടെ സന്ദേശവുമായി ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങൾ സഞ്ചരിച്ച് അത് പ്രസംഗിച്ച് ആയിരങ്ങളെ നേടിക്കഴിഞ്ഞാൽ അവരെ പോലെ സമ്പന്നൻ വേറെ ലോകത്തിൽ ആരുണ്ട്? ഈ റിപ്പോർട്ട് മാതാപിതാക്കൾ പ്രാപിക്കണം. ഇതിന്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭാരതം അനേക സുവിശേഷകന്മാരെ മാടി വിളിക്കുന്നു. മക്കതോനിയ വിളി പോലെ അപ്പോസ്തലനായ പൗലോസ് രാത്രിയിൽ കണ്ട ദർശനത്തിൽ മക്കതോനിയക്കാരനായ പുരുഷനെ വിളിക്കുന്നു. വന്ന് സഹായിച്ചാലും ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും മക്കതോനിയ വിളികൾ ഉയരുന്നതയോ ഇന്നലെ. അത് കേൾക്കുവാൻ ആരും തയ്യാറുണ്ട്, അത് റെസ്പോണ്ട് ചെയ്യുവാൻ ആരും തയ്യാറുണ്ട്, അതിന് മുമ്പിൽ പോകുവാൻ ആരും തയ്യാറുണ്ട്. സ്തോത്രം. നമ്മുടെ രാജ്യം യേശുവിനെ അറിയട്ടെ. ഏതെല്ലാം ഭരണമാറ്റങ്ങൾ വരട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ മാറി മറിയട്ടെ, ഒരു കാര്യം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ കഴിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ രാജാവിന്റെ ശുശ്രൂഷ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. സമർപ്പണമുള്ള ദൈവമക്കൾ തയ്യാറായ രാജ്യം ദൈവസഭകളെ കൊണ്ട് നിറയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, പോകുന്നതൊക്കെ ഞാൻ പറയാറുണ്ട്. കോഴഞ്ചേരിയിലുള്ള ഒരു കുടുംബമാണ് മുത്തൂറ്റ് കുടുംബം. നമുക്ക് എല്ലാവർക്കും അറിയാം.
മുത്തൂറ്റ് പാപ്പന്റെ മക്കൾ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കൂടെ വരണം. കൊച്ചു ഗ്രാമത്തിൽ ചെന്നാൽ പോലും മുത്തൂറ്റ് ജോർജ് ഫൈനാൻസിയേഴ്സ്, മുത്തൂറ്റ് പാപ്പച്ചൻ ഫൈനാൻസിയേഴ്സിന്റെ ബോർഡ് കാണും. പക്ഷെ ആ ഗ്രാമത്തിൽ യേശു ആരാണെന്ന് പോലും ഒരിക്കൽ പോലും കേൾക്കാത്ത ഗ്രാമങ്ങളാണ്. പക്ഷേ 110 വർഷം മുമ്പേ തുടങ്ങിയ കേരളത്തിലെ ഒരു ക്രിസ്തീയ കുടുംബക്കാർ തുടങ്ങിയ ബിസിനസ് കമ്പനിയുടെ ഫ്രാഞ്ചൈസീസ് ഇന്ത്യയിലെ മുക്കിലും മൂലയ്ക്കും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുത്തൂറ്റുകാർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ നെറ്റ്വർക്ക് പോലും ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുവാൻ 2000 വർഷമായിട്ടും പറ്റിയില്ല. ഒരു വലിയ വെല്ലുവിളിയാണ് രാത്രി, ഒരു വലിയ ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിൽ. സ്തോത്രം. വെറുതെ കേട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകരുത്. ഇന്ന് രാത്രിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എടുക്കണം. സ്തോത്രം. പോസിറ്റീവായി നിങ്ങൾ ഇതിനോട് പ്രതികരിക്കണം. ലൈറ്റില്ലാത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത, റോഡില്ലാത്ത, TV ഇല്ലാത്ത ഗ്രാമങ്ങളിൽ നിങ്ങൾ ചെന്നേ ഉടുക്കുവാൻ വസ്ത്രം പോലും ഓർത്ത പിള്ളേർക്കില്ല. നിങ്ങൾ അതിൽ കൂടി യാത്രകൾ കാണുവാൻ കഴിയുന്ന കാഴ്ചയുണ്ട്. മരത്തിന്റെ കൊമ്പുകൾ വെട്ടിനാട്ടി ക്രിക്കറ്റ് കളിക്കുന്ന തുണിയില്ലാത്ത പിള്ളേരെ കാണാം. എവിടുന്ന് പഠിച്ചു ക്രിക്കറ്റ്? അത് സച്ചിനെ അറിയാം, ധോനിയെ അറിയാം, ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ മുഴുവൻ അറിയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയെ രക്ഷിക്കുവാൻ മനുഷ്യവേഷത്തിൽ, മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് കാൽവരി ക്രൂശിൽ അവസാനത്തോടെ രക്തം വരെയുമൂറ്റി നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും സമരിയിലും ഭൂമിരാജ്യത്തോടെ എന്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞ് കടന്നുപോയവരെ കുറിച്ചുള്ള സന്ദേശം പ്രകടിപ്പിക്കുവാൻ സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാനും നിങ്ങളും അതിൽ പരാജയപ്പെട്ടു. നമ്മുടെ പൂർവികന്മാർ അതിൽ പരാജയപ്പെട്ടു. ഇനി നമുക്ക് അവസരങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്. സ്തോത്രം. 2 നിലയിൽ സുവിശേഷീകരണത്തിൽ നിങ്ങൾ പങ്കാളികളാകാം. ഒന്ന്, നിങ്ങൾക്ക് നേരിട്ട് പോകാം. പോകുവാൻ പറ്റുന്നില്ലെങ്കിൽ പോകുവാൻ തയ്യാറായവരെ അയക്കാം. 2 കൂട്ടരെ ആവശ്യമുണ്ട്. അതിനോട് ഞാൻ പറഞ്ഞു, പോകുവാൻ ചിലരെ ആവശ്യമുണ്ട്, പോകുവാൻ പറ്റുന്നില്ലെങ്കിൽ അയക്കുവാൻ ചിലരെ ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യം യേശുവിനെ അറിയും. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസവും പ്രാർത്ഥനയും അതാണ്. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് നടക്കും. ഞാൻ സാധാരണ വിശ്വാസത്തോട് വിളിച്ചു പറഞ്ഞ വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രവചനം നടത്തിയിട്ടുണ്ട്. ആ പ്രവചനം ഇതുവരെ നിവൃത്തിയായിട്ടില്ല. ഞാൻ ഓരോ ദിവസവും ആ പ്രവചനം വിശ്വസിക്കുന്നു, വിളിച്ചു പറയുന്നു. എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, സമൂഹ പ്രാർത്ഥന ഞാൻ വാക്യം പറയാറുണ്ട്. ഫിലിപ്പിയർ 2:11. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. 2000 വർഷങ്ങൾക്ക് മുമ്പേ ആത്മാവിൽ പ്രവചിക്കുന്ന അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ വചനം 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിട്ടും നടന്നിട്ടില്ല. വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല നാവും ഏറ്റുപറയും യേശു കർത്താവെന്ന്. സ്തോത്രം. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാതെ. ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. ചില മിഷണറിമാര് നിങ്ങളുടെ കെയർ ഓഫിൽ പോകട്ടെ. ചില ബൈബിൾ കോളേജ് കുട്ടികൾ നിങ്ങളുടെ കെയർ ഓഫിൽ പഠിക്കട്ടെ. ചില സിലൻസോയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കെയർ ഓഫിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കെയർ ഓഫിൽ വളരട്ടെ. ചില ആരാധനാലയങ്ങൾ, ചില ഗ്രാമങ്ങൾ നിങ്ങളുടെ കെയർ ഓഫിൽ പണിയപ്പെടട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും ലോകം കാണുവാൻ പോകുന്ന ഏറ്റവും വലിയ ഉണർവ് നമ്മുടെ രാജ്യത്തായിരിക്കും. നമ്മുടെ രാജ്യത്തായിരിക്കും. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഷാർജയിലുള്ള
IPC വർഷിപ്പ് സെന്ററിനോട് നോർത്ത് ഇന്ത്യൻ മിഷണറി എന്ന നിലയിൽ എന്റെ എളിയ അപേക്ഷ, നിങ്ങൾ അലാവോളം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്കൊരുമിച്ച് നിൽക്കാം. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. നമ്മുടെ രാജ്യത്ത് നമുക്ക് അനേക സഭകൾ സ്ഥാപിക്കാം. ത്വരിതഗതിയിൽ അടുക്കോടും ചുട്ടിയോടും കൂടെ നമുക്ക് സുവിശേഷീകരണം ശക്തമായി ചെയ്യാം. സ്തോത്രം. എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. നമ്മൾ അവരെ വിദ്വേഷിക്കരുത്, അവരോട് പിണങ്ങരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഷാർജ IPC വർഷിപ്പ് സെന്ററിലെ ഒരു കുടുംബം, ഒരു ഉദാഹരണത്തിനോട് പറയുന്നത് സംഭവിക്കുന്നത്, ഒരു കുടുംബം യൂണിയൻ ചർച്ചിൽ കൂടുന്ന IPC ഷാർജയിലേക്ക് അങ്ങ് മാറി എന്ന് ഭാവന കാണുക. കേവലം ഭാവനയാണ്. ഇവിടുത്തെ ഒരു കുടുംബം IPC ഷാർജയിലേക്ക് മാറിപ്പോയി. എന്തെങ്കിലും കാരണത്താൽ പ്രസ്ഥാനം ഒന്ന്, ഉപദേശം ഒന്ന്, വിശ്വാസം ഒന്ന്, സംഘടന ഒന്ന്, ആരാധന സ്ഥലം മാറിയെന്നേ ഉള്ളൂ. പിറ്റേ ദിവസം പ്രിയ വിൻസെന്റാനും അവിടുത്തെ പാസ്റ്ററും കൂടെ ഭാവനയാണ്. രണ്ടുപേരും കൂടെ ഫിഷ് മാർക്കറ്റ് വെച്ച് കണ്ടുമുട്ടുന്നു. അച്ഛൻ പോയി അവിടുത്തെ ജോൺ പാസ്റ്ററോട് പറയാണ്, ജോൺ പാസ്റ്റർ, യു ഡിഡ് റിയലി ഗ്രേറ്റ് വർക്ക്, ഐ എം സോ ഹാപ്പി, താങ്ക് യു സോ മച്ച് എന്ന് പറയുമോ? അതോ ഈ പണി കേട്ടോ, നടന്നു, ഞാൻ ദൈവദാസനാണ്, ക്ഷമിക്കുന്നു, എന്റെ ക്ഷമയെ പരിശോധിക്കരുത് കേട്ടോ. ഏതായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത്? ഇപ്പൊ പറയണ്ട, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഈ സുവിശേഷ വിരോധികൾ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ദ്രോഹിക്കരുത്. അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. അത് തെളിയിക്കാൻ വേണ്ടി ഈ ഉദാഹരണം പറഞ്ഞ്, ഒരു വ്യത്യാസമില്ലാത്ത സെയിം ഉപദേശം, സെയിം ഓർഗനൈസേഷൻ, എല്ലാം ഒന്ന് ആരാധന സ്ഥലം മാറിയപ്പോൾ അതുപോലും സഹിക്കുവാനുള്ള സഹിഷ്ണുത നമുക്കില്ലെങ്കിൽ കൂട്ടത്തോടെ ലക്ഷോപലക്ഷം ജനങ്ങൾ മതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിലെ ഹൈന്ദവ സഹോദരന്മാർ നമ്മളെക്കാൾ എത്രയോ സഹിഷ്ണുതയുള്ളവരല്ലേ? നമ്മളെക്കാൾ ഫാർ ഫാർ ബെറ്റർ അല്ലേ അവര്? നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ ഇത് പണിയുന്നത് മതമാറ്റം എന്നൊക്കെ പറയാറുണ്ട്. നമ്പർ 1 മതമാറ്റം തന്നെയാണ്. നമ്മൾ നീ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയും മതമാറ്റമല്ല, മനമാറ്റമാണ്. ഞാൻ ചോദിക്കട്ടെ, മനസ്സ് മാത്രം മാറി ഒരു ശങ്കരൻകുട്ടി ഇവിടെ വന്ന കത്തുകൾ കൊടുക്കും നിങ്ങൾ? ഞാൻ മനസ്സ് മാറി യേശു എന്ന് വന്നു, യേശു എന്റെ ദൈവം, എനിക്ക് കത്തുമാറ്റമാണ്, കൊടുക്കുവോ? നമ്മൾ പറയുന്നത് മതം മാറി വരാൻ പറയും. പിടിച്ചു നിൽക്കാൻ വേണ്ടി മുടന്ത ന്യായമൊക്കെ നമ്മൾ പറയും. സത്യം പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്തത് മതം മാറ്റം തന്നെയാ. കൂട്ടത്തോടെ ജനങ്ങൾ മതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് EFI സംഘടിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ലീഡേഴ്സ് സെമിനാറിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ ഡയറക്ടർ ഡോക്ടർ റിച്ചാർഡ് ഹോവൽ അവതരിപ്പിച്ച ഒരു കണക്ക് ഇന്ത്യൻ മിഷൻ അസോസിയേഷന്റെ കണക്കാണ്. അദ്ദേഹം പറഞ്ഞത് 12%-നും 15%-നും ഇടയിൽ ക്രൈസ്തവർ ഇന്ത്യയിലുണ്ടെന്ന വ്യക്തമായ കണക്കുകളൊന്നുമല്ലത്. അവരുടെ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയൊക്കെ കാട്ടിക്കൊടുത്തുള്ളല്ലോ. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ പൂവിട്ട് വണങ്ങണം. നമ്മളെക്കാൾ എത്രയോ ക്ഷമയുള്ളവരല്ലേ അവർ? അപ്പൊ അവരെ നിങ്ങൾ വിദ്വേഷിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഒരു പോളിസി, ഒരു സുവിശേഷകൻ അടികൊണ്ടാൽ അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ ഒരു ഭാഗമല്ലേ? ആരെങ്കിലും പറഞ്ഞോ സുവിശേഷകരെ കാണാൻ കർത്താവ് വിളിച്ചുകൊണ്ടുള്ള ഇറങ്ങി നമ്മൾ കഴിയുണ്ടോ? ക്രൂശിക്കപ്പെട്ടവന്റെ മാർഗമല്ലേ ഇത്? ഇതിന് മാർക്കറ്റ് ചെയ്യാതിരുന്നാ മതി. സ്തോത്രം, സ്തോത്രം. ഞാൻ സാധാരണ ദൈവത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ഒരു ക്യാൻസർ രോഗബാധിതനായി ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്ത് ഏറ്റവും വലിയ വേദന സഹിച്ച് ഞാൻ മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഒരു മനുഷ്യന്റെ വെടിയുണ്ടയിട്ട് മരിക്കുന്നത്. പൈസ നഷ്ടമില്ല, വേദന സഹിക്കേണ്ട, ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു. അത് മാത്രമാണോ? ഇപ്പൊ സജിമാത്യുവിനെ അറിയാവുന്ന കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോക പ്രശസ്തനായി.
ഏത് മരണവും നല്ല മരണം? പറഞ്ഞേ, മരിക്കും. എല്ലാവരും മരിച്ചേ പറ്റൂ, മരിച്ചേ പറ്റൂ, മരിച്ചേ പറ്റൂ. ഒരു രോഗം വന്ന് തലവാട് വരെ വെച്ച് ചികിത്സിച്ചിട്ടും ഭേദമാകാതെ മരിക്കുന്നതാണോ നല്ലത്? സുവിശേഷ പ്രകടനം നടത്തുന്നതിന്റെ പേരിൽ ഒരു സുവിശേഷ വിരോധിയുടെ കടാരെ കുത്തേറ്റ് മരിക്കുന്നതാണോ നല്ലത്? സ്തോത്രം. സമയം വേഗത്തിൽ പോകുന്നല്ലോ. എനിക്കറിയാം, നിങ്ങൾ മരുഭൂമിയിൽ അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ കൂട്ടായ്മകൾക്ക് വരുന്നത് ഈ ഭൂമി ജീവിപ്പാൻ, മരുഭൂമി ജീവിപ്പാൻ ആവശ്യമുള്ള അല്പാത്മിക ഭോജനത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ ഈ സഭയുടെ പാസ്റ്റേഴ്സ് നന്നായി ദൈവവചനം ശുശ്രൂഷിക്കുന്നവരാണ്. ധാരാളം അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരോട് വരാറുണ്ട്. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർ കുറച്ചുപേരെ വരാറുണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് കിട്ടിയില്ലെങ്കിലും ദയവായി ക്ഷമിക്കണമേ. ഞാൻ നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരെന്തെങ്കിലും ചെയ്താൽ സ്വാഭാവിക പ്രതികരണം മാത്രം, സ്വാഭാവിക പ്രതികരണം മാത്രം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. ഇന്ന് രാത്രി ഒരു വ്യക്തമായ തീരുമാനം പ്ലീസ് നിങ്ങൾ ഇത് രാത്രി എടുക്കണം. നമ്മൾ അവിടെ ഇവിടെ അതും ഇതൊക്കെ ചെയ്തിട്ട് സുവിശേഷ വേലയ്ക്ക് സഹായിച്ചൊക്കെ പറഞ്ഞാൽ അത് എത്ര കണ്ട് ദൈവത്തിൽ അംഗീകാരമാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യണം, ഭംഗിയായി ചെയ്യണം. ആവേശത്തിന് ഇമോഷണലായി ഒരു കാര്യം ചെയ്യരുത്. അടുക്കോടും ചിട്ടയോടും ചെയ്യണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യം യേശുവിനെയാണ്. വേഗത്തിൽ വേഗത്തിൽ രാജ്യത്തെ കർത്താവിന് വേണം ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വേഗത്തിൽ വായിച്ച് ലഭിച്ച സമയത്തിനുള്ളിൽ ഇരിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ദയവായി ആരെങ്കിലും ഒരാളുടെ വായിച്ചാട്ടെ. നെഹമ്യ, ബുക്ക് ഓഫ് നെഹമ്യ, ചാപ്റ്റർ 2 verse 20. ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവരുടെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു. മതി. വളരെ സമയം ധ്യാനിക്കേണ്ട ഒരു വാക്യമാണ്. പശ്ചാത്തലം നമുക്കറിയാം. ബൈബിൾ ക്യാരക്ടേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നെഹമ്യ. ആസ് എ ലീഡർ, ആസ് എ അഡ്മിനിസ്ട്രേറ്റർ, നെഹമ്യാവിനെ പോലൊരാളിനെ കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. തന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, തന്റെ ഭരണ കഴിവ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നെഹമ്യാവ് രാജകൊട്ടാരത്തിൽ സുഖത്തോടെ കഴിയുക, ഒരു ടെൻഷനും ഒരു പ്രയാസവുമില്ല. നമ്മുടെ ഇന്നത്തെ സമകാലിക ഭാവനയിൽ ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും നെഹമ്യാവ് ഒരു പക്ഷെ പറയുമായിരിക്കാം, ബൈബിളില്ല, ദൈവമേ നന്ദി, പ്രവാസത്തിലാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അർഹിക്കാത്ത നന്മ തന്നെ അനുഗ്രഹിച്ചല്ലോ, സ്തോത്രം. നന്ദി കർത്താവേ, ഇത്രത്തോളം നീ എന്നെ സഹായിച്ചത്. പാട്ടൊക്കെ പാടിപ്പൊളി എല്ലാ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുക. ഞാനൊരു അർഹനല്ലായിരുന്നു, എന്റെ കുലവിന് അർഹതയില്ലായിരുന്നു, പക്ഷെ നീ എന്നെ ആക്കിയല്ലോ, സ്വത്രം സ്വത്രം സ്വത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ പോയി സഹോദരന്മാർ വന്നു. നെഹമ്യാവിന് ചോദിക്കാനുള്ളത് അവിടുത്തെ ഇന്ന അക്കാര്യങ്ങളുണ്ട്, മറ്റേ അക്കാര്യങ്ങളുണ്ട്, ആ സഭ ഇഷ്യൂ ഉണ്ടോ, ഈ സഭ ഇഷ്യൂ ഉണ്ടോ ഒന്നുമല്ല. നമ്മുടെ ദേശത്തിന്റെ മതിലുപണികൾ നടക്കുന്നുണ്ട്. എന്താ സ്ഥിതി? സുഖലോലുവനായി യാതൊരു ടെൻഷനുമില്ലാതെ വളരെ സേഫ് ആയിട്ട് താൻ കഴിയുമ്പോഴും തന്റെ മനസ്സ് യെരൂശലേമില. സ്വത്രം. തന്റെ ഹൃദയം യെരൂശലേമില. ഒന്ന് കേട്ട വാർത്ത, അതല്ല ഇടിഞ്ഞും പൊളിഞ്ഞും തകർന്നും കിടക്കുക. കേട്ട മാത്രയിൽ രാജകൊട്ടാരത്തിന് സുഖമെല്ലാം താൻ ഉപേക്ഷിച്ചു. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ഉപവാസം കഴിഞ്ഞ് രാജാവിന്റെ മുമ്പിൽ പോയി നിന്നു. രാജാവ് ചോദിച്ചു, അനുകൂലമായി നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നെഹമ്യാവ് പറയുക, രാജാവേ,
എന്റെ ഈ വിഷാദത്തിന് കാരണം നീ എനിക്ക് ഇൻക്രിമെന്റ് തരാത്തതൊന്നുമല്ല. ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, നീ എനിക്ക് ഇൻക്രിമെന്റ് തരുന്നില്ല. ഞാൻ കുറെ ദിവസമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ രാജാവിന്റെ ഉള്ളിൽ പ്രവർത്തിക്കണേ. പിന്നെ എന്റെ പിള്ളേരിപ്പോ പഴവും അനുസരിക്കുന്നൊന്നുമില്ല. ഇതൊന്നും നെഹമ്യാവിന്റെ വിഷാദം. നെഹമ്യാവ് പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ വിഷാദം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നെഹമ്യാവ് കാര്യം പറഞ്ഞു, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു, എന്നെ വേണം, ഞാനൊരു ലോങ് ലീവ് എടുക്കാൻ പോവാം, എന്നെ വേണം. അപ്പോൾ യെരൂശലേമിന്റെ തകർന്നു കിടക്കുന്ന മതിൽ പണിയുവാൻ മറ്റാരെയെങ്കിലും അയക്കുവാൻ വേണമായിരുന്നുവെങ്കിൽ നെഹമ്യാവിന് പറ്റുമായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കാതെ തനിക്ക് ലഭിച്ചിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും വിട്ട് ചപ്പന്നും ചവറന്നും എണ്ണി യെരൂശലേമിലേക്ക് പോകുവാൻ ദൈവഭക്തനായ പ്രാർത്ഥന പോരാളിയായ നെഹമ്യാവ് തീരുമാനിച്ചു. നെഹമ്യാവോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, സഹോദരങ്ങളെ, ദേശത്തിന് ചുറ്റും മതിൽ കെട്ടിപ്പൊക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്നല്ല എന്റെ പ്രാർത്ഥന, അത് ചെയ്യുവാൻ എന്നെ അയക്കണമേ എന്ന എന്റെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു നെഹമ്യാവ്. ഇതിന് നെഹമ്യാവ് തയ്യാറായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. നെഹമ്യാവിന്റെ യാത്രയ്ക്കും അവിടെ ചെന്നിട്ടുള്ള മതിൽ പണിക്കും എന്തൊക്കെ റിസോഴ്സസ് വേണമോ അത് മുഴുവൻ രാജാവ് ഏർപ്പെടുത്തി. ഇന്ന് സന്ധ്യാസമയമെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലേ, നീ കണ്ണുകളച്ച ആത്മാർത്ഥതയോട് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ പോസിറ്റീവായി പരമാർത്ഥ ഹൃദയത്തോട് പ്രതികരിച്ച നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ രാജാവിനെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നവനാണ് ഞാനും നീയും സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാവേ, നീ സ്റ്റെപ്പ് മുന്നോട്ട് വെക്ക. നിന്നെ ബോധ്യപ്പെടുത്തുവാൻ നിനക്ക് വേണ്ടത് മുഴുവൻ രാജാവിനെ കൊണ്ട് തരിപ്പിക്കുന്നവനായി ദൈവം. സ്തോത്രം. സമയം വേഗത്തിൽ പോട്ടെ. നെഹമ്യാവ് ചെന്നു, മതിൽ പണി തുടങ്ങി. എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടെങ്കിലേ ശത്രുവും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ശത്രുവിനെ പേടിയാണെങ്കിൽ ഒരു സീക്രട്ട് പറഞ്ഞുതരാം, ഒരു രഹസ്യം, ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യാതിരുന്ന, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോ ചെയ്തതുപോലെ ആരാധനയ്ക്ക് വരണം, സ്വതന്ത്രമായിട്ട് ഇട്ടോണം, പാസ്റ്റേഴ്സ് പറഞ്ഞത് ദശാംശം കൊടുത്തോണം. നിങ്ങൾ ആരില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ശത്രു തലപൊക്കും. പക്ഷെ വിശ്വാസം കൈമുതലായി സൂക്ഷിച്ചാൽ മതി. ശത്രുവിന്റെ തലയെ ക്രൂശിൽ തകർത്തവൻ നമ്മുടെ നാഥനായ ഗുരു. ശത്രുവിന്റെ ആരവത്തിന്റെ മുമ്പിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും സന്ധ്യാസമയവനെ കേൾക്കുന്നുവെങ്കിൽ ശത്രുവിനെ കാൽവറിയിൽ തകർത്തവനായ യേശു നാഥന എനിക്കും നിങ്ങൾക്കും മുമ്പേ നടക്കുന്നത് ആയതുകൊണ്ട് ശത്രുവിനെ കണ്ട് പേടിക്കാതെ ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുവാൻ ദൈവാത്മാവ് ദൈവമക്കളാണോ എന്ന് പറയുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് പോവുക. സ്തോത്രം. പണിയൊക്കെ ആരംഭിച്ചു. ശത്രു ചെയ്ത തന്ത്രങ്ങൾ നമുക്കറിയാം. ഭാഗത്തെ മാനസികമായി തളർത്തുവാൻ ശ്രമിച്ചു, രാഷ്ട്രീയമായി അവരെ നേരിട്ടു, കായികമായിട്ട് അവരെ നേരിട്ടു. ഒടുവിൽ പണിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ചെയ്ത പണിയെക്കുറിച്ച് കൺഫ്യൂഷന്റെ സ്പിരിറ്റ് ഇടുവാൻ ശ്രമിച്ചു. ഇവിടെയെങ്ങും നെഹമ്യാവ് തോറ്റുകൊടുക്കുവാൻ തയ്യാറായില്ല. 18ാമത്തെ വാക്യം എന്നെ വളരെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്യമാണ്. പെട്ടെന്ന് വായിച്ചാട്ടെ. 18-ാമത്തെ 2:18. കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി.
തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരെ കൈ പിടിച്ചിട്ടൊന്ന് പറയാവോ? അവർ അന്യോന്യം ധൈര്യപ്പെടുത്തിയത്. പ്ലീസ് ഒന്ന് പറയാം. അവർ അന്യോന്യം അച്ചായ വിഷമിച്ച് വീട്ടിലോട്ട് വന്ന് കയറുമ്പോ അമ്മാമ്മ അല്പം കൂടെ പിരി വെക്കരുത്, കൈക്ക് പിടിച്ചിട്ട് വേണം അച്ചായ ചോണ്ട് വരും. എന്തിനാ പറഞ്ഞത്? കുളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വാ കഴിക്കേ, രണ്ട് തമാശൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ധൈര്യപ്പെടുത്തണം. അമ്മാമ്മ ക്ഷീണിച്ചിരിക്കുമ്പോഴും അച്ചായ എന്ത് ചെയ്യണം? അത് വർദ്ധിപ്പിക്കാൻ പിരി വെക്കരുത്. ഇന്ന് ഒത്തിരി അച്ചായമാരും അമ്മമാർക്ക് പറ്റുന്ന പ്രശ്നം, ചർച്ചിന്റെ അകത്ത് അന്യഭാഷയുണ്ട്, പക്ഷെ കാര്യത്തും അടുക്കുമ്പോൾ അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ പറ്റുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ ധൈര്യപ്പെടുത്താൻ പറ്റുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളെ ധൈര്യപ്പെടുത്താൻ പറ്റുന്നില്ല. സ്തോത്രം. വിശ്വാസികൾക്ക് പാസ്റ്റർമാരെ ധൈര്യപ്പെടുത്താനും ഇവർ അന്യോന്യം വളരെ വലിയൊരു വിഷയമാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള വിഷയമാണ്, പ്രസംഗിക്കാൻ പറ്റിയൊരു വിഷയമാണ്. അവർ അന്യോന്യം ധൈര്യപ്പെടുത്തുന്നത് പറഞ്ഞു. അന്യോന്യം ഇന്ന് മുതൽ വീട്ടിൽ പോയി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാർ നാട്ടിലുള്ള ഫോൺ വിളിക്കുന്ന ധൈര്യപ്പെടുത്തിക്കോണം കേട്ടോ. അന്യോന്യം എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. ക്ഷീണിക്കുമ്പോ കൈക്ക് പിടിച്ച് ധൈര്യപ്പെടുത്തണം. മൂട്ടുമടക്കണം. പേടിക്കതല്ല. എന്തിനാ പേടിക്കുന്നത്? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെ നമ്മൾ തറഞ്ഞു ചെയ്തിട്ടില്ലേ? ഇതൊക്കെ കർത്താവ് മാറ്റുവന്ന് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. 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 ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നത്, ധൈര്യപ്പെടുത്താൻ പറഞ്ഞേ. കാര്യങ്ങൾ മാറും, സ്ഥിതികൾ മാറും. അയ്യോ നഷ്ടമാണല്ലോ, അയ്യോ പരാജയമാണല്ലോ. നോ, അങ്ങനെയല്ല. പരാജയത്തെ വിജയമാക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. മാറായ മതമാക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യോന്യം ധൈര്യപ്പെടുത്തും. അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതിൽ ദൈവജനം വിജയിച്ചാൽ ജീവിതമേ വിജയിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്നൊരു സ്തോത്രം നന്നായിട്ട് പറഞ്ഞത്. ഈ ദൈവത്തിന് ജീവനും ശക്തിയൊക്കെ ഇല്ലേ? പറഞ്ഞ് സ്തോത്രം പറഞ്ഞേ. അന്യോന്യം എന്ത് ചെയ്യണം? ഇനി അന്യോന്യം മനസ്സ് ഇടിക്കരുത്. അന്യോന്യം എന്ത് ചെയ്യണം? ഒന്നോ പറയേ, ഒന്നോ പറയേ. അന്യോന്യം മനസ്സ് ഇടിക്കരുത്. പിന്നെയോ യേശുവേ, കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ധൈര്യപ്പെടുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്ഷമിക്കണേ കർത്താവേ. ഇന്ന് ക്ഷമ വെച്ചോളൂ കർത്താവേ. കല്യാണം കഴിച്ച അന്ന് മുതൽ ഭർത്താവിനെ ധൈര്യപ്പെടുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്ഷമിക്കണേ കർത്താവേ. ക്ഷമ വെച്ചോളൂ. അന്യോന്യം ഒരു വലിയ ഒരു വിജയത്തിന്റെ ഒരു മർമ്മമായി പറഞ്ഞു വരുന്നത്. ഇത് കുറച്ചുകൂടെ വളരെ വിശദമായി പഠിപ്പിക്കേണ്ട വിഷയമാണ്. പ്രസംഗ വിഷയം, ഒരു ക്ലാസ് ഒക്കെ എടുക്കേണ്ട വിഷയങ്ങളാണ്. സ്തോത്രം. അങ്ങനെ അന്യോന്യം ധൈര്യപ്പെടുത്തി അവർ പണിയൊക്കെ ചെയ്തു ശക്തരായി മുന്നോട്ട് പോകുമ്പോൾ 20-ാമത്തെ വാക്യം നെഹമ്യാവിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ശത്രുവിന്റെ മുമ്പിൽ. ആ 3 വിഷയമാണ് 20-ാമത്തെ വാക്യത്തിൽ. ഒന്ന്, ശത്രുവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നെഹമ്യാവിന്റെ വിശ്വാസം, തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പണിയിൽ ഉള്ള കോൺഫിഡൻസ്. 3, ശത്രുവിനോടുള്ള മനോഭാവം. ആദ്യം പറയുകയാണ്, ദൈവം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം. സ്വതന്ത്രം. ഇത് പറഞ്ഞാൽ ധൈര്യപ്പെടുത്തണം കേട്ടോ. ഇത് പറഞ്ഞാൽ ഇന്ന് മുതൽ എന്ത് ചെയ്യേണ്ടത്? ധൈര്യപ്പെടുത്തേണ്ടത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം പറഞ്ഞേ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും. പറഞ്ഞാട്ടെ പ്ലീസ്. സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ ജീവൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കും, നിങ്ങളുടെ മനസ്സിലേക്ക് വ്യാപരിക്കും. ഞാൻ ആത്മാവിൽ കർത്താവിന്റെ ദാസനെ കാണുന്നു. ഈ ദൈവത്തിന്റെ മരണം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ വലിയ വിടുതൽ ദൈവമൊക്കെ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ദൈവം സാധിപ്പിക്കും. പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ദൈവമെന്നത് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കാര്യം ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ശത്രുവിന് ഒരു ഓഹരി ജ്ഞാപവും ഇല്ല. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഫെലോഷിപ്പ് പ്രാർത്ഥിക്കണം.
മിഷൻ ഫീൽഡ് സന്ദർശിക്കുവാൻ വരണം. നിങ്ങൾ ആവോളം സഹായിക്കണം. ഒരുമിച്ച് നിൽക്കാം. രാജ്യത്തെ യേശുവിന് വേണ്ടി നേടാം.